പേടിയെ മാറ്റാൻ ഒരു പരിധിവരെ കുതിരലാട് എപ്പോഴും വർക്കൗട്ട് ആവും. കുതിരലാടൻ വീട്ടിൽ കയറുന്നതിൻ്റെ മെയിൻ വാതിലിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മെയിലിലേക്ക് വെക്കുക. അപ്പോൾ ഈ ഓംകാരത്തിനെ കൂട്ടിച്ചേർത്ത് ഒരു 3 മെട്രിക്സ് ആയിട്ടൊരു മന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഓം, തൊട്ടടുത്ത അക്ഷരം വരുന്ന ആയാണ്. ആ പൂർണ്ണമായിട്ടും വരുന്നില്ല, ആ. അപ്പോൾ ഓംകാരം കഴിഞ്ഞ് ആയും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും വൈബ്രേഷൻ വരിക. ഏറ്റവും ലാസ്റ്റ് വരുന്ന ഹ്രൂമാണ്. ഹ്രൂം ഇതുപോലെ 11 ടൈംസ് ചെയ്യുമ്പോൾ ഹ്രൂമിന്റെ ലാസ്റ്റ് എന്താണ്? അം വരുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയെ സാധാരണ ഒരാൾക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ അത്രയും ഓറയും അത്രയും ചൈതന്യം ഉണ്ടാവണം. എത്ര ചൈതന്യം ഉണ്ടെങ്കിലും ചില നെഗറ്റീവ് ഓറയൊന്നും പെട്ടെന്ന് നമുക്കൊന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. പ്രതിയുടെ ഈ മന്ത്രതാന്ത്രികങ്ങളെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി മാറാനുള്ള മന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. യഥാർത്ഥത്തിൽ ഒരാളുടെ നെഗറ്റീവ് എനർജി മാറാൻ അത്തരത്തിൽ എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ? രാഹുൽ, ഈ ഒരാളുടെ നെഗറ്റീവ് എനർജി മാറാൻ മന്ത്രങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ഗുരുക്കന്മാരും പല മന്ത്രങ്ങൾ ഉപദേശിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഗുരുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്പർ 1. വിശ്വസിച്ച് ആ ഗുരു കൊടുക്കുന്ന ഉപദേശപ്രകാരം സാധാരണ ഒരു കല്ലിനെയാണല്ലോ ഇത്രയും ദൈവചൈതന്യമാക്കി മാറ്റുന്നത്. അത് ആ പൂർണ്ണമായും കൊടുക്കുന്ന അർപ്പണവും വിശ്വാസവും അല്ലേ, ബാക്കിയുള്ളതെല്ലാം സെക്കൻഡറി അല്ലേ. അപ്പം അതുപോലെ ഒരു ഗുരുവിനെ പൂർണ്ണമായും വിശ്വസിച്ച് അവിടെ പോയി ഉപദേശം മേടിക്കുന്നവർക്ക് അദ്ദേഹം ആ എന്ന് പറഞ്ഞു കൊടുത്താൽ അത് വലിക്കും. ബാക്കിയെല്ലാം നമ്മുടെ ഒരു മനസ്സാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ അതെങ്ങനെ കൺസീവ് ചെയ്യുന്നു, നമ്മളത് എങ്ങനെ ആക്ട് ചെയ്യുന്നു അപ്പുറം വരുന്നില്ല. ഇതെല്ലാം ഒരു മെൻ്റൽ വെൽബീയിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെ മനസ്സിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് പോലെ ഇരിക്കും. പക്ഷേ ഇതിനേക്കാളും അപ്പുറം നമ്മൾ ഈ പ്രകൃതിയിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് എനർജീസ് ഉണ്ട്. പോസിറ്റീവിനെക്കാളും സോഴ്സസ് ഭയങ്കര കൂടുതലാണ്, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജിയെ സാധാരണ ഒരാൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലെങ്കിൽ അത്രയും ഓറയും അത്രയും ചൈതന്യം ഉണ്ടാവണം. എത്ര ചൈതന്യം ഉണ്ടെങ്കിലും ചില നെഗറ്റീവ് ഓറയൊന്നും പെട്ടെന്ന് നമുക്കൊന്നും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, പല പല സ്വരൂപങ്ങൾ സൊസൈറ്റിയിൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാത്രി ഇറങ്ങുന്ന സമയത്ത് ഇന്നതുണ്ട്, അല്ലെങ്കിൽ യക്ഷിണിയുണ്ട്, മറ്റേ പ്രേതമുണ്ട്, ഭൂതമുണ്ട്, പിശാചുണ്ട്. ഇത് പല പല പേരുകൾ നമ്മൾ ചെറുപ്പകാലം മുതലേ കേട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ഫിയർ ഫാക്ടേഴ്സ് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഷാഡോ വന്നാൽ പെട്ടെന്ന് നമ്മൾ പേടിക്കും. നമ്മൾ ഓൾറെഡി മനുഷ്യൻ്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിൽ ഒന്നാണ് പേടി എന്ന് പറയുന്നത്. പേടി ഉള്ളിടത്തോളം കാലം എല്ലാവർക്കും എന്ത് സാധനം വേണോ മാർക്കറ്റിൽ വിൽക്കാം. പക്ഷേ ഈ പേടിയെ മാറ്റാൻ ഒരു പരിധിവരെ നല്ല ദൈവജ്ഞന്മാർക്കും നല്ല താന്ത്രിക ആചാര്യന്മാർക്കും പറ്റും. കാര്യം അതുപോലെ പറഞ്ഞു കൊടുത്ത് അവരെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രത്തിനെ ആത്മാർത്ഥമായി വിശ്വസിച്ച് നമ്മൾ ചെയ്യണമെങ്കിൽ നല്ലതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഒരു മന്ത്രവും ഒരാളിൽ നിന്നും ഫോണിൽ നിന്നോ ഡയറക്റ്റ്ലി യൂട്യൂബിൽ കേട്ടുകൊണ്ടോ ഒന്നും ഫോളോ ചെയ്യരുത്. നല്ല ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരു ഉപദേശപ്രകാരം ആ സിസ്റ്റം പ്രകാരം മേടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ 100% മന്ത്രം പ്രൊട്ടക്റ്റ് ചെയ്യും. അത്രയും പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നതാണ് മന്ത്രം, അല്ലേ? പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്നത് എല്ലാവരെയും ഫോളോ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നുള്ളതല്ല. ഈ ബുദ്ധിസ്റ്റ് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നൊരു സംഭവമുണ്ട്. ബുദ്ധിസ്റ്റ് മന്ത്രങ്ങളിൽ ഏറ്റവും പ്രഗത്ഭമായ മന്ത്രങ്ങളിൽ ഒന്നാണ് ഓംകാരം കൂടിയുള്ളൊരു മന്ത്രമുണ്ട്. ഈ ഓംകാരം പ്രപഞ്ചത്തിൻ്റെ നാദമാണ്. ഓം അത് ഒരു മതത്തിൻ്റെയും സ്വന്തമല്ല. ഹിന്ദുയിസത്തിലുണ്ട്, ജൈനസത്തിലുണ്ട്, ബുദ്ധിസത്തിലുണ്ട്. ഇവരെല്ലാം ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഈ ഓംകാരത്തിനെ കൂട്ടിച്ചേർത്ത് 3 മെട്രിക്സ് ആയിട്ടൊരു മന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഓം, അ, ഹ്രൂം. ഇത് ബുദ്ധമതത്തിൽ എല്ലാ മോങ്സും ജപിക്കുന്നതാണ്. എല്ലാ പേരും ജപിക്കുന്നൊരു മന്ത്രം. അവരുടെ നെഗറ്റീവ് എലമെൻസിനെ മാറ്റുക, നെഗറ്റീവ് എനർജിയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പല രീതിയിൽ പറയും. ചിലർ ഓം അത് ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറയും. ചിലവരാണെങ്കിൽ ഓം, അ, ഹ്രൂം. ഈ പറയുന്ന 3 അക്ഷരങ്ങളും പ്രോപ്പറായിട്ട് പ്രൊണൗൺസ് ചെയ്യുക എന്നുള്ളത്. 3 മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ 11:11:11 നോക്കാറുണ്ട്. ഓംകാരം മാത്രം 11 ടൈംസ്, ആ മാത്രം 11 ടൈംസ്, ഹ്രൂം മാത്രം 11 ടൈംസ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് 1:1 എന്നുള്ള മെത്തേഡിൽ 3ഉം സെയിം ആയിട്ട്. ഓംകാരം നമ്മൾ എടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ആ ഒരു ശ്വാസം ഭയങ്കര ദീർഘത്തോടുകൂടി എടുത്ത് പൂർണ്ണമായും പുറത്ത് വിടുന്ന സമയത്ത് ഓംകാരത്തിൻ്റെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ആശ്വാസം അവിടെ കിട്ടും. ഓം ആ എന്ന് മൂളി വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു
ഈ പറയുന്ന vibration. വൈബ്രേഷൻ ഉണ്ട്. ഈ വൈബ്രേഷൻ 11 ടൈംസ് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തരംഗങ്ങളുള്ള സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. തൊട്ടടുത്ത അക്ഷരം വരുന്ന ആയാണ്. ആ പൂർണ്ണമായിട്ടും വരുന്നില്ല, ആ. അപ്പോൾ ഓംകാരം കഴിഞ്ഞ് ആയും കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വീണ്ടും വൈബ്രേഷൻ വരിക. ഏറ്റവും ലാസ്റ്റ് വരുന്ന ഹ്രൂമാണ്. ഹ്രൂം ഇതുപോലെ 11 ടൈംസ് ചെയ്യുമ്പോൾ ഹ്രൂമിന്റെ ലാസ്റ്റ് എന്താണ്? വരുന്നത് ഹ്രൂം അല്ലേ? അപ്പോൾ ഇത് 11 ടൈംസ് ഓരോന്ന് ജപിക്കുകയോ അല്ലെങ്കിൽ ഓരോന്നും ഓരോ പ്രാവശ്യം ജപിക്കുകയും ചെയ്യാം. പക്ഷേ മിനിമം 108 പ്രാവശ്യമെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ജപിക്കുകയാണെങ്കിൽ, പ്രത്യേക അതിന് വേറെ സമയപരിധികളോ ഒന്നുമില്ല, ജപിക്കുകയാണെങ്കിൽ ഒരു 41 ദിവസം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഒരാളോടും ചോദിക്കണ്ട എനിക്ക് മാറ്റം ഉണ്ടോ എന്നും ചോദിക്കണ്ട. എന്തെങ്കിലും പേടിയുണ്ടോ എന്ന് വെച്ചോളൂ, ജപിച്ചോളൂ. ഒരു എവിടെയെങ്കിലും പോകാൻ പേടി അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിന് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, നെഗറ്റീവ് ബാധിക്കുമോ? അതിലിപ്പോൾ ഓഫീസിൽ പോകുമ്പോൾ ഒരുപാട് പേരുണ്ട്, ചിലപ്പോൾ നമുക്ക് 3-4 പേരുടെ സംസാരിക്കാൻ ഒരു പേടിയായിരിക്കും, ഒരു ഇൻറ്റേർണൽ പേടി, പുറമേ ഉണ്ടാവില്ല. പക്ഷേ ഇത് നിങ്ങൾ ജപിച്ച് നോക്കിയേ, മാറ്റം വരും. കാരണം ഞാനിത് മോങ്സുമാരിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. ആദ്യം എനിക്ക് ഈ പ്രൊണൗൺസിയേഷൻ അറിയില്ല, ഇവർ പറയുന്നത് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷേ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഇവർ പറയുന്ന ആക്ക് പോലെ ആം എന്നായിരിക്കും. പക്ഷേ ഇത് ഞാൻ പിന്നെ എഴുതി മേടിച്ചു, ഇവരെ കൂടെ ഞാനിന്ന് ജപിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കിതിൻ്റെ തീവ്രത മനസ്സിലായി. ഇവർ ഭയങ്കര കോൺഫിഡൻസോടുകൂടി ഇത് ചെയ്തിട്ടങ്ങ് പോകും. ഇവരിടുന്ന ഒരു കവചത്തിൻ്റെ കൂടെ ആണ് ഈ സംഭവം ജപിക്കുന്നത്. അപ്പോൾ 100% പ്രകൃതിയിൽ നിന്ന് വരുന്ന നെഗറ്റീവിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മന്ത്രമാണ് ഈ ബുദ്ധിസത്തിൽ പറയുന്ന സംഭവമാണ് ഇത്. ഈ കവചം എന്തിനു വേണ്ടിയിട്ടാണ്? കവചം നോർമലി ഇപ്പോൾ പല കവചങ്ങളുണ്ടല്ലോ, നാരായണ കവചമുണ്ട്, ശിവകവചമുണ്ട്, ദേവീ കവചമുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരും ഓരോ കവചം ഈ പൂജാരിമാരിടാറുണ്ട് അല്ലെങ്കിൽ സ്വാമിജിമാരിടാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധിസം ഫോളോ ചെയ്യുന്നവർക്ക് അവർക്ക് പ്രത്യേക ഒരു കവചമുണ്ട്. കുറച്ച് പേര് ആ സംഭവം ചെയ്യുന്നതിന് കൂടെയാണ് ഈ ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഞാനിത് ഇതിനെക്കുറിച്ച് അറിയാൻ സാഹചര്യം വന്നതും. ചോദിച്ചിട്ടൊന്നും ആദ്യം പറഞ്ഞു തന്നില്ല, പിന്നെ പല വഴിയിൽ നിന്ന് മനസ്സിലാക്കി ഞാനും കൂടെ അവരുടെ കൂടെ ഒരു പാട്ടായിട്ടിരുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഫ്രീക്വൻസി മനസ്സിലായി. എന്നിട്ട് ഞാനിത് കുറച്ച് ദിവസം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ വേറൊരാൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ മനസ്സിലാവുന്നത്. ഏറ്റവും പേടിയുള്ള ഒരാൾ ഇത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ചേഞ്ചസ് വന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി പരിചയപ്പെട്ട ഈ ലിസ്റ്റിൽ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് അറിയുന്ന വ്യക്തി ഞാനായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് പുറത്ത് പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ കോൺഫറൻസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ഈ തായ്ലൻഡിൽ നിന്ന് മോങ്സൊക്കെ ആയിരിക്കുമല്ലോ. സോ അപ്പോൾ എല്ലാ പേരും ഈ പുറമേ പോകുന്ന സമയത്തും അതിന് മുൻപും അവരെപ്പോഴും ചാൻറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ എന്താണെന്ന് പറഞ്ഞു തരില്ല. ഇതിനെന്തെങ്കിലും ആസന അങ്ങനെ ഒന്നുമില്ല. ഇവർ ജസ്റ്റ് വെറുതെ ഇരുന്ന് ചെയ്യുന്നു. പല ആൾക്കാരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ചിന്മുദ്രയല്ല ചെയ്ത് നോക്കിയത്. പക്ഷേ അത് എനിക്ക് വർക്കൗട്ടായപ്പോൾ ഞാൻ 1-2 പേർക്ക് അപ്ലൈ ചെയ്ത് നോക്കി, അവർക്കും വർക്കൗട്ടായി. പിന്നെ നോക്കിയപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എക്സ്പെരിമെൻ്റൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്, നമ്മളൊക്കെ ഏറ്റവും ലാസ്റ്റ് അറിയുന്നതാണ്. പക്ഷേ ഭയങ്കര പ്രൊട്ടക്റ്റീവാണ്. അതേപോലെ തന്നെ ഈ നെഗറ്റീവ് എനർജി മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ പലപ്പോഴും ഇപ്പോൾ കല്ലുപ്പ്, മഞ്ഞൾ, കുതിരലാടം, അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ആനവാല്, അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ? ഇപ്പോൾ ഇതിനകത്ത് രാഹുലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറച്ച് ഫിനാൻഷ്യലി വെല്ലായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ ആനക്കൊമ്പ് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ആനക്കൊമ്പ് കിട്ടുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അത് ലീഗലി ഉപയോഗിക്കുന്നതും കറക്റ്റല്ല. പിന്നെ ആനവാൽ മോതിരം ചെയ്യാറുണ്ട്. ആനവാൽ മോതിരം എപ്പോഴും നല്ലതാണ്, നമ്മൾ കൊച്ചിലെ മുതലേ കേൾക്കുന്നതാണ്. പിന്നെ കല്ലുപ്പ്, ഇതൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് എല്ലാവരും വയ്ക്കുന്നതും കേൾക്കുന്നതുമാണ്. പക്ഷേ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് കുതിരലാടം ബെസ്റ്റാണ്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ പഴയ തറവാടുകളിലൊക്കെ പോകുമ്പോഴും കാണാൻ പറ്റും. ഒരുപാട് പ്രാവശ്യം വീഡിയോ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. കുതിരലാടം എപ്പോഴും വർക്കൗട്ട് ആവും. കുതിരലാടം വീട്ടിൽ കയറുന്നതിൻ്റെ മെയിൻ വാതിലിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മെയിലിലേക്ക് വയ്ക്കുക. അപ്പം നെഗറ്റീവ് എലമെൻറ്റ്സ് വീട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് കുതിരലാടം വയ്ക്കുന്നതെന്നല്ലേ പറയുന്നത്. പക്ഷേ കുതിരലാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന കുതിരലാടം കുതിരയുടെ ആയിരിക്കണമെന്നില്ല. അത് ശരിക്കും ആ ഒരു ഷേപ്പിൽ ചെയ്തതായിരിക്കും. മൈസൂർ പോവുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ കുതിര ഉണ്ടല്ലോ, അവിടെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഉപയോഗിച്ച കുതിരയുടെ ലാടം തന്നെ നമുക്ക് കിട്ടും. 200-250 രൂപ എടുത്തു കഴിഞ്ഞാൽ കിട്ടും. കുതിരലാടം എപ്പോഴും ഇങ്ങനെയുള്ള നെഗറ്റീവ് ഒരു നെഗറ്റീവും വീട്ടിലേക്ക് വന്ന് കയറില്ല എന്ന് പറയും. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് വേറെ ഈ മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇത് നോർമലി വരുന്ന നെഗറ്റീവ് എനർജി വീട്ടിൽ വരില്ല. അതുപോലെ പേടിപ്പെടുത്തലുകൾ ഒരു പരിധി വരെ വരില്ല. അതായത് ട്രിവാൻഡ്രം ആൽത്തറയിലൊരു വീടുണ്ട്. ആൽത്തറ കഴിഞ്ഞ് കുറച്ച് താഴെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ പേര് പറയുന്നില്ല, അദ്ദേഹം നല്ല പൊസിഷനിലിരിക്കുന്ന ആളാണ്. അദ്ദേഹം എൻ്റെ കൂടെ നിസാമാബാദിലുണ്ടായിരുന്നു. ഹൈദരാബാദ് നമ്മൾ സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് നിസാമാബാദിൽ പോയി, പിന്നെ സെക്കൻഡറാബാദിൽ വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്.
വീട്ടിലൊന്നും കിടന്നുറങ്ങാൻ പറ്റില്ല. രാത്രി പല പല പ്രശ്നങ്ങളാണ്. ഓരോരോ രൂപം കാണുന്നു, പേടിപ്പെടുത്തലുകൾ, പല സംഭവമുണ്ട്. അപ്പം അവിടുന്ന് വരുന്ന സമയത്ത് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് 2012 കാലഘട്ടങ്ങളിലാണ് ഹൈദരാബാദ് വന്ന് ഹൈദരാബാദ് മാർക്കറ്റിൽ പോയി കുതിരലാടം മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചു. അതിനു മുൻപ് ഇവർ പള്ളിയിൽ അച്ഛനെ വിളിച്ച് ചെയ്യുന്നു, പൂജാരിയെ വിളിച്ച് ചെയ്യുന്നു. പക്ഷേ മാറുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കുതിരലാടം വയ്ക്കുന്ന സമയത്ത് ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഫ്രീക്വൻസി കുറഞ്ഞു, ഡേ ബൈ ഡേ മാറിപ്പോയി എന്നൊക്കെ പറയുന്നത്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഇവിടുത്തെ പഴയ കപ്പലുകൾ മേടിച്ച് പൊളിച്ചു കൊടുക്കുന്ന ഒരു ബിസിനസ്മാനുണ്ട്. പേര് പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ മുൻപ് പോകുമായിരുന്നു. ഒരു ബിസിനസ് റിലേഷൻ ആവശ്യമായിട്ട് പോകുന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ടിൽ കുതിരയുടെ ഈ നമ്മുടെ ടയറുണ്ടല്ലോ, അതിൻ്റെ പേരെന്താ, നമ്മുടെ വീല് പോലത്തെ കുതിര വീല്, അത് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. എനിക്കിതൊക്കെ ഭയങ്കര കൗതുകമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ മെയിൻ എൻട്രൻസിൽ വലിയൊരു ലാടം വെച്ചിട്ടുണ്ട്. അവരും ശരിക്കും ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ എന്നോട് അന്ന് പറഞ്ഞ സംഭവമാണ്, ഇതൊരിക്കലും നമുക്ക് ഇവിൽ സ്പിരിറ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വീട്ടിലേക്ക് വരില്ല. പക്ഷെ അന്നൊക്കെ ഞാനിത് വളരെ ഈസി ലാഭത്തോടെ ഹാൻഡിൽ ചെയ്തത്. പക്ഷേ പിന്നെ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഇതൊക്കെ പല ആൾക്കാരും വയ്ക്കുന്നുണ്ട്. മാർക്കറ്റിൽ അത്യാവശ്യം ഉണ്ട്. ജസ്റ്റ് ആമസോണിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു മാർക്കറ്റുണ്ട്. പക്ഷേ ഇതൊന്നും കുതിര ഉപയോഗിച്ചതായിരിക്കണമെന്നില്ല. ജനുവിനായിട്ട് മേടിക്കാൻ പറ്റിയാൽ നല്ലതാണ്.